നമസ്കാരം. ഏവരെയും എൻ്റെ 186-ാമത്തെ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 186-ാമത്തെ ഈ വീഡിയോയിൽ ഞാൻ വിഷയമാക്കുന്നത് ഇംഗ്ലീഷ് പഠനമാണ്. ആ സീരീസിൻ്റെ പേര് നിങ്ങൾക്കേവർക്കും അറിയാം, സ്പോക്കൻ ഇംഗ്ലീഷ് ഇൻ മലയാളം എന്നാണ്. ഇത് അതിൻ്റെ 16-ാമത്തെ എപ്പിസോഡാണ്. ഏവർക്കും സ്പോക്കൻ ഇംഗ്ലീഷ് ഇൻ മലയാളം എപ്പിസോഡ് 16ലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ, അതായത് 15-ാമത്തെ എപ്പിസോഡിൽ പഠിച്ചത് 4 എക്സർസൈസുകൾ മാത്രമാണ്. 46-ഉം 47-ഉം 48-ഉം 49-ഉം മാത്രം. അത് നിങ്ങൾ ഹൃദിസ്ഥമാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ തന്നെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദവിവരങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമുക്കറിയാം, ഹി വിൽ ബി ഗോയിങ് എന്നുള്ളതിന് സമാനമായി ഹി വിൽ ബി ക്രൈയിങ് എന്നോ ഹി വിൽ ബി ഡൂയിങ് എന്നോ അങ്ങനെ മാറ്റി മാറ്റി എഴുതാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഹി വിൽ ബി ഗോയിങ് എന്ന് പറയുമ്പോൾ അവൻ പോകുകയായിരിക്കും എന്നാണ് അർത്ഥമെങ്കിൽ, ഓരോ വെർബും മാറ്റിയിടുന്നതനുസരിച്ച് പോകുകയായിരിക്കുമെന്നുള്ളതിന് പകരം കരയുകയായിരിക്കുമെന്നോ ചിരിക്കുകയായിരിക്കുമെന്നോ ചിന്തിക്കുകയായിരിക്കുമെന്നോ മാത്രമേ വ്യത്യാസം വരികയുള്ളൂ എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഹി വിൽ ബി ഗോയിങ്, അവൻ പോകുകയായിരിക്കും എന്നതിന് ശേഷം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത്, സർവ്വസാധാരണമായി നമ്മൾ പഠിക്കുന്നത് ഒരു ഉത്തരം ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ആ ഉത്തരം ഉണ്ടാക്കാൻ ആവശ്യമായ ചോദ്യം ഉണ്ടാക്കാനാണ്. ഹി വിൽ ബി ഗോയിങ് എന്ന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ചോദ്യം ചോദിക്കണം, വിൽ ഹി ബി ഗോയിങ്. അപ്പോൾ അതിൻ്റെ മലയാളം അവൻ പോകുകയായിരിക്കുമോ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. നമ്മൾ ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ സർവ്വസാധാരണമായി നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത്, എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടല്ല ഉത്തരം പറയുന്നത്. അവൻ പോകുകയായിരിക്കുമെന്നല്ല, ചിലപ്പോൾ പോകുകയായിരിക്കില്ല എന്നും പറയേണ്ടി വരും. വിപരീതമായിട്ട് നെഗറ്റീവായിട്ട് ഉത്തരം പറയേണ്ടി വരും. അവൻ പോവുകയായിരിക്കില്ല എന്ന് പറയുന്നതാണ് നമ്മൾ പിന്നീട് പഠിച്ചത്, ഹി വിൽ നോട്ട് ബി ഗോയിങ്. അത് പഠിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇത് സർവ്വസാധാരണമായി റിട്ടൺ ലാംഗ്വേജിലാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ സ്പോക്കൺ ലാംഗ്വേജിൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് തെറ്റില്ല എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതോടൊപ്പം സ്പോക്കൺ ലാംഗ്വേജിൽ ഉപയോഗിക്കാവുന്ന നല്ല ഫ്ലൂവൻസി കിട്ടുന്ന രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ ഹി വോണ്ട് ബി ഗോയിങ് എന്നാണ് പറയുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് റിട്ടൺ ലാംഗ്വേജിൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് തെറ്റില്ല എന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൻ്റെയും അർത്ഥം ഒന്നാണ്, അവൻ പോകുകയായിരിക്കില്ല. ഇതും അവൻ പോകുകയായിരിക്കില്ല. ഇത് 4മാണ് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നു. ഈ 4 നിങ്ങൾ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളതെങ്കിൽ എന്തായിരിക്കാം ഞാൻ നിങ്ങളെ ഇന്ന് പഠിപ്പിച്ചു തരാൻ സാധ്യതയുള്ളത്? എൻ്റെ ചോദ്യം കേട്ട നിങ്ങളേവരും അതിൻ്റെ ഉത്തരം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ശൈലി അറിയാം. ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഒരു ഉത്തരം പറയാനാണ് ആദ്യം പഠിപ്പിക്കുന്നത്. അതിൽ വലിയ വലിയ സെൻറ്റൻസുകളൊന്നും ഉണ്ടാവാറില്ല എന്ന് നിങ്ങൾക്കറിയാം. ഒരു സബ്ജക്റ്റും ഉണ്ടാവും, അതിനോടൊപ്പം ഒരു വെർബും ഉണ്ടാവും, അല്ലേ? ഇവിടെ സബ്ജക്റ്റ് ഇതാണ്, ഹീ ആണ്. വെർബ് പറയുമ്പോൾ ഗോ എന്ന് മാത്രമല്ല പറയേണ്ടത്, ഇതെല്ലാം ചേരുന്നതാണ് വെർബ്. ഈ ഗോയുടെ കൂടെ ING ഫോമുണ്ട്, വെർബിൻ്റെ മറ്റൊരു രൂപം മാത്രം. ഈ മുമ്പിൽ വച്ചിരിക്കുന്ന ഈ വിൽ ബി എന്നുള്ളതും വെർബിന് മുമ്പിൽ വയ്ക്കുന്ന ഓക്സിലറി വെർബ് എന്നോ ഹെൽപ്പിംഗ് വെർബ് എന്നോ പറയാവുന്നതാണ്. അപ്പോൾ സബ്ജക്റ്റും വെർബും മാത്രം ഉപയോഗിച്ചാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. പിന്നീട് അത് നീളം കൂട്ടി നിങ്ങൾ പരിശീലിക്കണമെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒന്നാമത് പഠിപ്പിക്കുന്നത് പോസിറ്റീവായിട്ടൊരു ഉത്തരം എഴുതാൻ, രണ്ടാമത് ഞാൻ എപ്പോഴും പഠിപ്പിക്കുന്നത് ആ ഉത്തരത്തിന് ആവശ്യമായ ചോദ്യം ഉണ്ടാക്കാൻ, മൂന്നാമത് ഞാൻ പഠിപ്പിക്കുന്നത് എപ്പോഴും ചോദ്യത്തിന് ഉത്തരം പോസിറ്റീവ് അല്ല നെഗറ്റീവായിട്ട് പഠിക്കാനായിട്ട്. ആ നെഗറ്റീവായിട്ട് പഠിപ്പിക്കുന്നത് തന്നെ റിട്ടൺ ലാംഗ്വേജിലും സ്പോക്കൺ ലാംഗ്വേജിലും പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഈ നെഗറ്റീവായിട്ടുള്ള ഉത്തരം കിട്ടണമെങ്കിൽ എന്ത് ചോദ്യം ചോദിക്കണമെന്നാണ് പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്കതിൻ്റെ രീതിയും അറിയാം. അവൻ പോകുകയായിരിക്കില്ല എന്ന് ഉത്തരം കിട്ടണമെങ്കിൽ എന്ത് ചോദ്യം ചോദിക്കണം? അവൻ പോകുകയായിരിക്കില്ലേ? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരണം, അല്ലേ? ആ ക്വസ്റ്റ്യൻ മാർക്കാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. അവൻ പോകുകയായിരിക്കില്ലേ? ആ ചോദ്യം ഉണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. അതിൻ്റെയും ഈസി മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ രസകരമായ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് എന്താണ്? സബ്ജക്റ്റും വെർബും, ഇവിടെ ഓക്സിലറി വെർബായ വോണ്ട്,
തിരിച്ചിടുക എന്നുള്ളതാണ്. എല്ലാത്തിലും അത് തന്നെയാണ്. ഇവിടെയും അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഹീ വിൽ എന്നുള്ളത് തിരിച്ചിട്ടു. വില്ലെടുത്ത് ലെഫ്റ്റ് സൈഡിലോട്ട് ഇട്ടു, ഹീ എടുത്ത് റൈറ്റ് സൈഡിലോട്ട് ഇട്ടു. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഹീ എടുത്ത് വലതുവശത്തേക്ക് ഇട്ടു, വോണ്ട് എടുത്ത് ഇടതുവശത്തേക്ക് ഇട്ടു. അപ്പോൾ വോണ്ട് ഹീ ബി ഗോയിങ് എന്നായപ്പോൾ അർത്ഥം എന്ത് മാറി? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരേണ്ടി വന്നു അല്ലേ? അവൻ പോകുകയായിരിക്കില്ലേ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ നിങ്ങളെ ഇന്നത്തെ ഒന്നാമത്തെ എക്സർസൈസ് പഠിപ്പിക്കുന്നത് വോണ്ട് ഹീ ബി ഗോയിങ് എന്നതിന് സമാനമായിട്ടുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കാനാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ കൈവശമുള്ള നോട്ട്ബുക്കിൽ നിങ്ങൾ ആദ്യം തന്നെ എഴുതുക വോണ്ട് ഹീ ബി ഗോയിങ്. ഉടനടി അതിൻ്റെ മലയാളവും എഴുതുക അവൻ പോകുകയായിരിക്കില്ലേ. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, ആവർത്തിക്കുന്നില്ല. അടുത്ത സെൻറ്റൻസിലും ആ 200 പേജിൻ്റെ നോട്ട്ബുക്കിൽ പകുതി വരെ നിങ്ങൾ എന്ത് ചെയ്യണം? വ്യത്യസ്തമായ വെർബുകൾ മാറ്റിയിട്ട് എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വ്യത്യസ്തമായ സബ്ജക്റ്റുകൾ മാറ്റിയിട്ട് എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാറ്റിയിടുമ്പോൾ ഒരുമിച്ച് സബ്ജക്റ്റും വെർബും മാറ്റിയിടാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ പരിശീലനം നടത്തുന്നവർ മാത്രമാണ്. അതുകൊണ്ട് വെർബ് മാറ്റിയിടുമ്പോൾ സബ്ജക്റ്റും ഒരുമിച്ച് മാറ്റിയിടണ്ട. മാറ്റിയിട്ടു എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈസിക്ക് വേണ്ടി മാത്രം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വോണ്ട് ഹീ ബി ഗോയിങ്, അവൻ പോകുകയായിരിക്കില്ലേ എന്ന് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം എഴുതുമ്പോൾ ഗോ എന്ന വെർബ് മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെർബ് ഇടാം. കം എന്നോ, വരിക എന്നുള്ള അർത്ഥത്തിലോ, ലുക്ക് എന്നോ, നോക്കുക എന്നുള്ള അർത്ഥത്തിലോ, കിസ് എന്നോ, ചുംബിക്കുക എന്നുള്ള അർത്ഥത്തിലോ ഇടാം. ഞാനിവിടെ എഴുതി തന്നിരിക്കുന്നത് കിസ് എന്നുള്ള അർത്ഥത്തിലാണ്. വോണ്ട് ഹീ ബി ഗോയിങ്ങിന് ശേഷം ഞാനിവിടെ എഴുതിയിരിക്കുന്നത് വോണ്ട് ഹീ ബി ഗോയിങ് എന്നുള്ളതിന് സമാനമായിട്ട് നിങ്ങൾ കിസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, കിസ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഗോയ്ക്ക് ശേഷം ING ഫോം ഉണ്ടെങ്കിൽ കിസ്സിന് ശേഷം ING ഫോം വേണം. എന്തെന്ന് എഴുതണം? വോണ്ട് ഹീ ബി ഗോയിങ് എന്നുള്ളതിന് പകരം വോണ്ട് ഹീ ബി കിസ്സിങ്. അപ്പോൾ ഇവിടെ മലയാളം എന്തായി മാറും? ഇവിടെ പോകുകയായിരിക്കില്ലേ എന്നാണെങ്കിൽ പോകുക എന്നുള്ളത് മാത്രമേ മാറ്റേണ്ടയുള്ളൂ. ചുംബിക്കുക എന്നുള്ളതാണ് കിസ് എന്നുള്ളതിൻ്റെ മലയാളം എന്ന് നിങ്ങൾക്കറിയാം. പോകുക എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് ചുംബിക്കുക എന്ന് വരും. അപ്പോൾ അവൻ ചുംബിക്കുകയായിരിക്കില്ലേ, അവൻ ചുംബിക്കുകയായിരിക്കില്ലേ. അതായത് നാളെയെക്കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ മറ്റന്നാളിനെ കുറിച്ചാണ് പറയുന്നത്. അതും അല്ലെങ്കിൽ അടുത്ത ആഴ്ചയെക്കുറിച്ചോ ഇനി വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ചാണ് പറയുന്നത്. അവൻ പോകുകയായിരിക്കില്ലേ, അവൻ കരയുകയായിരിക്കില്ലേ, അവൻ തിന്നുകയായിരിക്കില്ലേ. എല്ലാം അവസാനിക്കുന്നത് എങ്ങനെയായിരിക്കും? യായിരിക്കില്ലേ എന്ന് പറഞ്ഞ് അവസാനിക്കുകയുള്ളൂ. അതാണ് ഇതിനുള്ള ഒരു നാക്ക്. മലയാളത്തിൽ ഇതുപോലത്തെ ഒരു നാക്കുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ അതിനുള്ള നാക്കാണ് ബോണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ബോണ്ട് പ്ലസ് അതിനുശേഷം എന്താ വരുന്നത്? സബ്ജക്റ്റാണ് വരുന്നത്. അത് ഹീ എന്ന സബ്ജക്റ്റ് ആവാം, ഷീ എന്ന സബ്ജക്റ്റ് ആവാം, ഐ എന്ന സബ്ജക്റ്റ് ആവാം, ഞാൻ എന്ന സബ്ജക്റ്റ് ആവാം, വി ഞങ്ങളെന്ന സബ്ജക്റ്റ് ആവാം, യു നിങ്ങളെന്ന സബ്ജക്റ്റ് ആവാം, രാമൻ എന്ന സബ്ജക്റ്റ് ആവാം, രാമൻ ആൻഡ് റാണി രാമനും റാണിയും എന്ന സബ്ജക്റ്റ് ആവാം, ദൈ അവർ എന്ന സബ്ജക്റ്റ് ആവാം, ടീച്ചേഴ്സ് അധ്യാപകർ എന്ന സബ്ജക്റ്റ് ആവാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാ സബ്ജക്റ്റും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇവയ്ക്ക് ഏത് സബ്ജക്റ്റ് ഉപയോഗിക്കാം? അതായത് ഐ എന്ന സബ്ജക്റ്റ് ഉപയോഗിക്കാം. ഇതെല്ലാം ഈ പറയുന്ന 5ഉം ഏത് വിഭാഗത്തിൽ വരുന്നതാണെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂസ് ടെൻസിലാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് കണ്ടിന്യൂസ് ടെൻസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ അതിനും ഉത്തരം പറയും. അത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ വരുന്നതാണ്. അപ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ വരുമ്പോൾ സബ്ജക്റ്റ് ഏത് മാറ്റിയിട്ടാലും കുഴപ്പമില്ല. ഇവിടെ ഹീ അവൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവൻ എന്നുള്ളതിന് പകരം ഐ ഉപയോഗിച്ചാലും, ഞാനെന്ന് ഉപയോഗിച്ചാലും, യു നിങ്ങളെന്ന് ഉപയോഗിച്ചാലും, ഹി ഷീ അവൻ അവൾ എന്നുപയോഗിച്ചാലും, വി ഞങ്ങൾ, ദേ അവർ എന്നുപയോഗിച്ചാലും, രാമൻ എന്നുപയോഗിച്ചാലും, ഗോപാലൻ ആൻഡ് ഗോപിക ഗോപാലനും ഗോപിക എന്നുപയോഗിച്ചാലും, ദൈ വി അവർ ഞങ്ങൾ എന്നുപയോഗിച്ചാലും, പീപ്പിൾ ജനങ്ങൾ അല്ലെങ്കിൽ സ്റ്റുഡൻസ് വിദ്യാർത്ഥികൾ അങ്ങനെ എന്തുപയോഗിച്ചാലും നിങ്ങൾക്ക് മാറ്റിയിടാം. അപ്പോൾ നിങ്ങൾ
എക്സർസൈസ് ചെയ്യുമ്പോൾ ആദ്യം വോണ്ട് ഹി ബി ഗോയിങ്ങിലെ ഗോ മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വെർബ് ഇടുക. അപ്പോൾ വോണ്ട് ഹി ബി ക്രൈയിങ് എന്നാണ് നിങ്ങൾ എഴുതിയതെന്ന് കരുതുക. ഉടനെ അതിൻ്റെ മലയാളം എഴുതുക, അവൻ കരയുകയായിരിക്കില്ലേ. ഇനി ക്രൈ എന്നുള്ള വെർബ് അവിടെ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഹി എന്നൊരു സബ്ജക്റ്റ് മാറ്റുക. നിങ്ങൾക്ക് അവിടെ എന്ത് വേണമെങ്കിലും മാറ്റാം. ഐ എന്ന് വേണമെങ്കിൽ ഐ എന്ന് മാറ്റാം, വി എന്ന് വേണമെങ്കിൽ വി എന്ന് മാറ്റാം, ലത എന്ന് മാറ്റണമെങ്കിൽ ലത എന്ന് മാറ്റാം, ദൈ അവർ എന്ന് മാറ്റണമെങ്കിൽ ദൈ എന്ന് വെക്കാം, അവർ എന്ന് വെക്കാം. അപ്പോൾ ഇവിടെ ദൈ എന്നാണ് വെക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? വോണ്ട് ദൈ ബി ക്രൈയിങ്. മലയാളം എന്തെഴുതണം? അവർ കരയുകയായിരിക്കില്ലേ. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാനും അതിന് ഉത്തരം എഴുതാനും അറിയാം. ആ ചോദ്യം തന്നെ ചോദിക്കാനും അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഉത്തരം എഴുതാനും അറിയാം. ഇനി നെഗറ്റീവായിട്ടുള്ള ചോദ്യം ചോദിക്കാൻ അറിയാം, അതിൻ്റെ ഉത്തരം പോസിറ്റീവായിട്ടും പറയാനറിയാം, നെഗറ്റീവായിട്ടും പറയാനറിയാം. അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ഗോ എന്നുള്ള വെർബ് മാറ്റി ഞാൻ കിസ് എന്നുള്ള വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവ തുടങ്ങുമ്പോൾ ചോദിക്കുകയാണ്, അവൻ പോകുകയായിരിക്കും എന്നുത്തരം കിട്ടുന്ന രീതിയിൽ ചോദ്യം വരണമെങ്കിൽ, അവൻ ചുംബിക്കുകയായിരിക്കും എന്ന രീതിയിൽ ഉത്തരം കിട്ടണമെങ്കിൽ അവൻ ചുംബിക്കുകയായിരിക്കുമോ, നാളത്തെ കാര്യമാണ്, അവൻ ചുംബിക്കുകയായിരിക്കുമോ എന്നുള്ള ചോദ്യം കിട്ടാനായിട്ട് എന്ത് ചെയ്യണമെന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അത് പഠിച്ചു കഴിഞ്ഞതാണ്, പ്രത്യേകിച്ച് പഠിപ്പിച്ച് തരേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഒരുമിച്ച് 4 കൂടി പ്രാക്ടീസ് ചെയ്യാമുണ്ട്. എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? അവൻ ചുംബിക്കുകയായിരിക്കുമോ എന്ന് ചോദിക്കുക മലയാളത്തിൽ. അതിൻ്റെ ഉത്തരം നിങ്ങൾ പോസിറ്റീവായിട്ട് പറയുക, അനുകൂലമായിട്ട് പറയുക. അതെ, അവൻ ചുംബിക്കുകയായിരിക്കുമെന്ന് പറയുക. അടുത്തത് വീണ്ടും ആ ചോദ്യം തന്നെ ആവർത്തിക്കുകയാണ്, അവൻ ചുംബിക്കുകയായിരിക്കുമോ എന്ന്. ഇതാ ആവർത്തിച്ചിരിക്കുന്നു, അവൻ ചുംബിക്കുകയായിരിക്കുമോ. പക്ഷേ ഈ പ്രാവശ്യം ഉത്തരം പറയുമ്പോൾ അതേ എന്നുള്ള അർത്ഥത്തിലല്ല പറയേണ്ടത്, നെഗറ്റീവായിട്ട് ഇല്ല എന്നർത്ഥത്തിലാണ് പറയേണ്ടത്. ഇല്ല, അവൻ ചുംബിക്കുകയായിരിക്കില്ല. അപ്പോൾ എന്താണ് നമ്മൾക്ക് പരിശീലനം കിട്ടുകയാണ്. ഏത് പാതിരായ്ക്ക് ഏത് ഉറക്കപ്പിച്ചിൽ വിളിച്ചു ചോദിച്ചാലും നമ്മൾ തെറ്റിയ ഒരു ഉത്തരം പറയുകയില്ല. അതിനാണ്. അപ്പോൾ അവൻ ചുംബിക്കുകയായിരിക്കുമോ എന്ന് ചോദിച്ചു, ഉത്തരം പറഞ്ഞു അതെ അവൻ ചുംബിക്കുകയായിരിക്കുമോ എന്ന്. വീണ്ടും ആ ചോദ്യം തന്നെ ചോദിച്ചു, അവൻ ചുംബിക്കുകയായിരിക്കുമോ എന്ന്. ഇപ്പോൾ ഉത്തരം പറഞ്ഞത് ഇല്ല, അവൻ ചുംബിക്കുകയായിരിക്കുകയില്ല എന്നാണ്. അത് മാത്രം പരിശീലിച്ചാൽ പോരാ, നെഗറ്റീവായിട്ട് ചോദിക്കാനും നമ്മൾ പരിശീലിക്കണം. അതായത് അവൻ ചുംബിക്കുകയായിരിക്കില്ല എന്ന് ഉത്തരം കിട്ടണമെങ്കിൽ എന്ത് ചോദിക്കണം? അവൻ ചുംബിക്കുകയായിരിക്കില്ലേ, ഇല്ലേ എന്നൊരർത്ഥത്തിൽ ചോദിക്കണം. അത് ചോദിക്കുമ്പോൾ ആദ്യത്തെ ഉത്തരം അതേ എന്നൊരർത്ഥത്തിൽ പറയുക. ഞാനിവിടെ അതേ എന്ന് എഴുതാൻ മറന്നുപോയി, ക്ഷമിക്കണം. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ നിങ്ങളിവിടെ അതേ എന്ന് എഴുതണം. അതേ, അവൻ ഉത്തരം പറയുകയാണ്, അവൻ ചുംബിക്കുകയായിരിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ സമ്മതിച്ചു കൊടുക്കുകയാണ്. അതേ, അവൻ അത് ചെയ്യുകയായിരിക്കില്ല എന്ന് സമ്മതിച്ചു കൊടുക്കണം. അവൻ ചുംബിക്കുകയായിരിക്കില്ല, അതേ അവൻ ചുംബിക്കുകയായിരിക്കില്ല, നാളത്തെ കാര്യമാണ് അല്ലെങ്കിൽ അടുത്ത വർഷത്തെ കാര്യമാണ്. വീണ്ടും ആ ചോദ്യം തന്നെ ആവർത്തിക്കുക, അവൻ ചുംബിക്കുകയായിരിക്കില്ലേ. പക്ഷേ അടുത്ത പ്രാവശ്യം ഉത്തരം പറയുമ്പോൾ ചുംബിക്കുകയായിരിക്കില്ല എന്നല്ല ഉത്തരം പറയേണ്ടത്, അനുകൂലമായിട്ട് ഉത്തരം പറയുക, അവൻ ചുംബിക്കുകയായിരിക്കും. അപ്പോൾ പോസിറ്റീവായിട്ടും ഉത്തരം വന്നു, നെഗറ്റീവായിട്ടും ഉത്തരം വന്നു. അപ്പോൾ 4 ചോദ്യം ഞാൻ മലയാളത്തിൽ ചോദിക്കുന്നു, മലയാളത്തിൽ ഉത്തരം പറയുന്നു. അതിനുശേഷം അതിൻ്റെ ഇംഗ്ലീഷും ഇപ്പുറത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷും നിങ്ങൾ പരിശീലിക്കുക. തുടങ്ങുകയാണ്. അവൻ ചുംബിക്കുകയായിരിക്കുമോ എന്ന് ചോദിച്ചാണ് ഞാൻ തുടങ്ങുന്നത്. എല്ലാത്തിൻ്റെയും സമയം കുറവായതുകൊണ്ട് അത് എല്ലാത്തിൻ്റെയും ഇംഗ്ലീഷ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അവൻ ചുംബിക്കുകയായിരിക്കുമോ എന്ന് ചോദിച്ചാണ് ഞാൻ തുടങ്ങുന്നത്. അവൻ ചുംബിക്കുകയായിരിക്കുമോ. വിൽ ഹി ബി കിസ്സിങ്? യെസ്, ഹി വിൽ ബി കിസ്സിങ്. വീണ്ടും ആ ചോദ്യം തന്നെ, വിൽ ഹി ബി കിസ്സിങ്? നോ. വീണ്ടും ആ ചോദ്യം തന്നെ, വിൽ ഹി ബി കിസ്സിങ്? നോ, ഹി വോണ്ട് ബി കിസ്സിങ്. ഇനി അടുത്തത് നമ്മൾ ചോദിക്കാൻ പോകുന്നത്, ഹി വോണ്ട് ബി കിസ്സിങ്, അവൻ ചുംബിക്കുകയായിരിക്കില്ല എന്ന് ഉത്തരം കിട്ടണമെങ്കിൽ അവൻ ചുംബിക്കുകയായിരിക്കില്ലേ എന്ന് ചോദിക്കണം. എന്താണ് അതിന് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. തിരിച്ചിട്ടാൽ മതി, സബ്ജക്റ്റും വെർബും തിരിച്ചിട്ടാൽ മതി. വോണ്ട് ഹി ബി കിസ്സിങ് മൂന്നാമത്തെ ചോദ്യമാണ്. ഉത്തരം അനുകൂലമായിട്ട് പറയുക, യെസ് എന്ന അർത്ഥത്തിൽ. അത് തന്നെ ആവർത്തിച്ച് പറയുക, യെസ് ഹി വോണ്ട് ബി കിസ്സിങ്. അടുത്തതും ആ ചോദ്യത്തിന് വീണ്ടും ആവർത്തിക്കുക, വോണ്ട് ഹി ബി കിസ്സിങ്. ഇവിടെ നമ്മൾ ഉത്തരം പറയുന്നത് പ്രതികൂലമായിട്ടാണ്, നോ എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ഹി വോണ്ട് ബി കിസ്സിങ് എന്നാണെങ്കിൽ ഹി വിൽ ബി കിസ്സിങ്. എന്താണ് നോ ഹി വിൽ ബി കിസ്സിങ് എന്നുള്ളതിൻ്റെ അർത്ഥം മലയാളം? ഇല്ല, അവൻ ചുംബിക്കുകയായി. നോ ഹി വിൽ ബി കിസ്സിങ്, ഇല്ല അവൻ ചുംബിക്കുകയായിരിക്കും. അപ്പോൾ 4 ചോദ്യങ്ങൾ 4 ഉത്തരങ്ങൾ, 4 ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങൾ 4 ഉത്തരങ്ങൾ. നിങ്ങൾ ഇങ്ങനെ പഠിച്ചതിന് ശേഷം
വെർബ് മാറ്റിയിട്ട് പഠിക്കുക. കിസ് എന്നുള്ളതിന് പകരം വോക്ക് എന്നോ നടക്കുകയെന്നോ റൺ എന്നോ ഓടുകയെന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാറ്റിയിട്ട് പഠിക്കുക. അതോടൊപ്പം നിങ്ങൾ സബ്ജക്റ്റ് മാറ്റിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഹി അവൻ എന്നുള്ളതിന് പകരം ഷീ എന്നോ വി എന്നോ ദൈ എന്നോ അവർ എന്നോ ഇഷ്ടമുള്ളത് മാറ്റിയിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു പ്രാക്ടീസ് കിട്ടും. ഈ 4 ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനും നിങ്ങൾക്ക് പ്രാക്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെൻറ്റൻസുകളെ വലുതാക്കി ചോദിക്കുക എന്നുള്ളതാണ്. അതായത് ഹി വിൽ ബി കിസ്സിങ്, അത് ഇത്തിരി കൂടി വലുതാക്കുക. അവൻ ചുംബിക്കുകയായിരിക്കും എന്നുള്ളത് ഇത്തിരി കൂടി വലുതാക്കി ഉത്തരം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ എപ്പോഴാണ് ചുംബിക്കുന്നത്? 1 മണിക്കൂർ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട്. അപ്പോൾ നാളെയാണ് ചുംബിക്കുക എന്ന് കരുതുക. അപ്പോൾ അവൻ ചുംബിക്കുകയായിരിക്കും എന്നുള്ള സെൻറ്റൻസിൽ ഇത്തിരി കൂടി വലുതാക്കണമെങ്കിൽ എന്ത് ചെയ്യാം? അവൻ നാളെ ചുംബിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നാളെ എന്നുള്ളത് ആദ്യം വെച്ച് വയ്ക്കാം. നാളെ അവൻ ചുംബിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ നാളെ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് അവർക്കും അറിയാം, എന്താണ്? ടുമോറോ അല്ലേ? അവൻ ചുംബിക്കുകയായിരിക്കും എന്നുള്ളതിൻ്റെ കൂടെ ടുമോറോ എന്ന് കൂടി ചേർത്താൽ മതി. ഞാൻ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ടുമോറോ ഹി വിൽ ബി കിസ്സിങ്, നാളെ അവൻ ചുംബിക്കുകയായിരിക്കും. ഇനി ഈ ഒരു സെൻറ്റൻസ് വെച്ച് നിങ്ങൾക്ക് ഇതേ രീതിയിൽ 4 ചോദ്യങ്ങൾ ചോദിക്കാം, 4 ഉത്തരം പറയാം. എന്താണ് ചെയ്യേണ്ടത്? ഈ ഹി സബ്ജക്റ്റും ഈ കാണുന്ന ഓക്സിലറി വെർബും തിരിച്ചിട്ടാൽ മാത്രം മതി. ബാക്കി ടുമോറോ അവിടെ തന്നെ കടന്നുകൊള്ളട്ടെ. ടുമോറോ ഹി വിൽ ബി കിസ്സിങ് എന്നുള്ളതിന് സ്ഥാനത്ത് അവൻ നാളെ ചുംബിക്കുകയായിരിക്കും എന്നുള്ളതിൻ്റെ കൂടെ അവൻ നാളെ ചുംബിക്കുകയായിരിക്കുമോ എന്ന് ചോദിക്കാൻ എന്ത് ചെയ്യണം? വില്ലും ഹീയും തിരിച്ചിട്ടാൽ മതി എന്ന് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ടുമോറോ വിൽ ഹി ബി കിസ്സിങ്? യെസ്. ഉത്തരം നിങ്ങൾ തന്നെ പറയുക. ടുമോറോ ഹി വിൽ ബി കിസ്സിങ്. വീണ്ടും ആ ചോദ്യം തന്നെ ആവർത്തിക്കുക. ടുമോറോ വിൽ ഹി ബി കിസ്സിങ്? ഉത്തരം നെഗറ്റീവായിട്ട് പറയുക. നോ 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 നോ. നിങ്ങൾ ഒരു ആക്ഷനോട് കൂടി പഠിക്കുന്നത് നല്ലതാണ്. ഒരു പോലീസ് ഒരു കള്ളനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ പഠിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് സ്വയം ചോദിച്ച് സ്വയം ഉത്തരം പറഞ്ഞ് പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോട് ചോദിക്കാം, ഭർത്താവിന് ഭാര്യയോട് പറയാം. അല്ലെങ്കിൽ പിതാവും മകനുമാണെങ്കിൽ പരസ്പരം ചോദ്യം ചോദിച്ച് ഉത്തരം പറയുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പഠനവും എളുപ്പവുമാവും, നിങ്ങൾക്കൊരു കളിയുമാവും. ഓക്കെ, നമുക്ക് ഇനി ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഈ കണ്ടിന്യൂസ് ടെൻസ് എല്ലാ സബ്ജക്റ്റുകൾക്കും ബാധകമാണ്. ഐ എന്ന സബ്ജക്റ്റിനും, ഞാൻ എന്ന സബ്ജക്റ്റിനും, യു എന്ന സബ്ജക്റ്റിനും, നിങ്ങൾ എന്ന സബ്ജക്റ്റിനും, ഹി അവൻ എന്ന സബ്ജക്റ്റിനും, സിംഗുലർ സബ്ജക്റ്റിനും, പ്ലൂറൽ സബ്ജക്റ്റിനും, വി എന്ന സബ്ജക്റ്റിനും, എല്ലാത്തിനും ബാധകമാണ്. എല്ലാം നിങ്ങൾക്ക് മാറ്റിയിടാം. ഓക്കെ, നമ്മൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞു. ഇതോടുകൂടി കണ്ടിന്യൂസ് ടെൻസുകൾ നിങ്ങൾ പരിപൂർണമായി പഠിച്ചു തീരുകയാണ്. ആദ്യം നമ്മൾ പഠിച്ച കണ്ടിന്യൂസ് ടെൻസ് പ്രസൻറ്റ് ടെൻസിലുള്ളതായിരുന്നു. പിന്നീട് പഠിച്ചത് പാസ്റ്റിലുള്ള കണ്ടിന്യൂസ് ടെൻസാണ്. ഇന്ന് പഠിച്ചത് ഫ്യൂച്ചറിലുള്ള കണ്ടിന്യൂസ് ടെൻസാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ഭാഗത്തേക്ക് കടക്കാം. നമ്മളുടെ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് പരമ്പരയിൽ നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചത് സിമ്പിൾ ടെൻസുകളാണ്. ആ സിമ്പിൾ ടെൻസുകൾ 3 നിങ്ങൾ പഠിച്ചിരുന്നു.